ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണ്ടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 15, രാജ്യത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനം. രാജ്യമാകെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായി പറഞ്ഞാൽ 57ാമത്തെ സ്വാതന്ത്ര്യദിനമാണ് എനിക്ക്. കാരണം എനിക്ക് 57 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബാല്യകാലത്തിലൊക്കെ സ്വാതന്ത്ര്യദിനമെന്നൊക്കെ പറയുമ്പോൾ വലിയ വ്യക്തതയൊന്നുമില്ല. ബാല്യകാലം കഴിഞ്ഞ് സ്കൂൾ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലായി വരുന്നത്. സ്കൂൾ അസംബ്ലിയിൽ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്ന അധ്യാപകരോ ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നൊക്കെ പറയുമ്പോൾ മേലിന് ഒരു കുളിർമയുണ്ടായിരുന്നു. തന്നെയുമല്ല, വൈകുന്നേരങ്ങളിൽ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ വല്ലാത്തൊരു ആഹ്ലാദവും അതുപോലെ തന്നെ രോമങ്ങളൊക്കെ എണീറ്റ് വരുന്ന ഒരു അനുഭൂതിയും ഉണ്ടായിരുന്നു. 2 കാരണങ്ങൾ കൊണ്ടാണത്. ഒന്ന്, ആ ദേശീയ ഗാനത്തോടുള്ള അമിതമായ ആ ഇഷ്ടവും സ്കൂൾ വിടുവാണല്ലോ എന്നുള്ള സന്തോഷവും കൂടുമ്പോൾ പെട്ടെന്നൊരു വലിയ ആഹ്ലാദമായിരുന്നു ദേശീയ ഗാനങ്ങൾ. മുതിർന്നു വന്നപ്പോഴാണ് ദേശീയ ഗാനത്തിലെ പറയപ്പെടുന്ന പല പ്രദേശങ്ങളും ഇനി ഇന്ത്യയിൽ ഇല്ല എന്ന് മനസ്സിലാകുന്നത്. തന്നെയുമല്ല, അന്ന് ബാല്യത്തിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പാഠഭാഗം ഉണ്ടായിരുന്നു മലയാളത്തിൽ. അത് അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയുമെന്നൊക്കെ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ അധ്യാപകന്റെയും മറ്റു കുട്ടികളുടെയും മുഖത്തേക്കൊക്കെ മാറി മാറി നോക്കുമായിരുന്നു. ഇന്നും ആ സ്ഥിതിക്ക് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു പോവുകയാണ്. തന്നെയുമല്ല, ബാല്യകാലങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ ഘട്ടങ്ങളിലേക്ക് ജീവിതം മാറിയപ്പോൾ നമ്മോടൊപ്പം ലോകവും അതുപോലെ തന്നെ നമ്മുടെ രാജ്യവും ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അന്ന് പഠിച്ച പാഠഭാഗങ്ങളൊക്കെ ഇന്ന് തനിയാവർത്തനം പോലെ നിലനിൽക്കുന്നില്ലേ എന്നൊരു ചിന്ത. തന്നെയുമല്ല, ആരോട് എപ്പോൾ പറഞ്ഞു എന്നൊക്കെ വാചകത്തിൽ പൂരിപ്പിക്കാൻ പറഞ്ഞുള്ള ആ പാഠ്യഭാഗം ഇന്ന് മറ്റൊരു വാചകമായി വെറുതെ ഉള്ളിൽ ജനിക്കുകയാണ്. ആരിൽ നിന്ന് ആര് സ്വാതന്ത്ര്യം നേടി എന്നൊക്കെ വെറുതെ ആ വാചകങ്ങൾ പൂരിപ്പിച്ചു പോവുകയാണ്. തന്നെയുമല്ല, എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ് എന്ന് അസംബ്ലിയിൽ കുട്ടികളും അധ്യാപകരും ഒക്കെ ചൊല്ലിത്തന്ന പ്രതിജ്ഞകൾ ഇന്ന് അതിൻ്റെ അർത്ഥങ്ങൾ എന്താണ് എന്ന് വെറുതെ ചിന്തിച്ചു നോക്കുന്നു, വെറുതെ മനസ്സിൽ പറഞ്ഞു നോക്കുന്നു. എന്താണ് നമുക്ക് പറ്റിയത്? നമ്മൾ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. നമ്മൾ ആരിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? നമുക്ക് എന്താണ് സ്വാതന്ത്ര്യമുള്ളത്? നമ്മൾ നമ്മുടെ രാജ്യത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുമ്പോഴും നമ്മൾ മനുഷ്യർ, ജാതി ഭേദമന്യേ എല്ലാവരും ഏകോദര സഹോദരങ്ങളായിട്ടാണോ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ജീവിച്ചു പോകുന്നത് എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു പോയി എന്ന് മാത്രം. ഞാൻ മറ്റൊന്നും വിചാരിക്കുന്നില്ല. നമ്മുടെ രാജ്യം ലോകത്തിന് തന്നെ മാതൃകയാണ്. കാരണം നമ്മുടെ രാജ്യം 8 or 10 രാജ്യങ്ങളുടെ സംസ്കൃതികൾ ചേർന്നുള്ള സംസ്കൃതികളാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. നമുക്ക് തന്നെയായിട്ട് പ്രത്യേകിച്ചൊരു സംസ്കാരമില്ല എന്ന് നാം ഇനിയെങ്കിലും മനസ്സിലാക്കുമോ ആവും. നമ്മുടെ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം ഇനിയും നമ്മുടെ ഭൂരിഭാഗം ആളുകളും മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് വെറുതെ ഒരു സങ്കടം. രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഒരുപാട് പേർ ഇതെന്തെന്ന് പോലും അറിയാതെ വിലങ്ങുകൾ വെച്ചും ജയിലുകൾക്കുള്ളിലും അതുപോലെ കാരാഗ്രഹത്തിലുമൊക്കെയായി കഴിഞ്ഞു പോകുന്നുണ്ട്. എന്തിനാണാവൂ എന്നൊക്കെ നാം വെറുതെ ഒന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാണ്. സാമ്രാജ്യത്വവും മുതലാളിത്തവും കൈകോർത്തുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണോ എന്ന് ചിന്തിച്ചു പോയാൽ തെറ്റുണ്ടോ എന്നൊക്കെ വെറുതെ ഒന്ന് ചിന്തിച്ചു പോവുകയാണ്. എന്തുമാകട്ടെ, നല്ലൊരു കാലം നമുക്ക് സ്വപ്നം കാണാം. എല്ലാവരും സഹോദരി സഹോദരന്മാരായി അപരത്വത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു സമൂഹമായി വളരാൻ നമുക്ക് ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രതിജ്ഞ എടുക്കാം. നമ്മളെല്ലാവരും
ജാതി മതഭേദമന്യേ എല്ലാവരും സഹോദരി സഹോദരന്മാരെ ഒത്തൊരുമിച്ച് പോകുന്ന ഒരു ഇന്ത്യ, അതാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യക്ക് വേണ്ടി നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രതിജ്ഞ ചെയ്യാം. കൂടുതലൊന്നും സംസാരിക്കാതെ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.